എന്തേ എന്നും വന്നില്ല, എന്നോടൊന്നും മിണ്ടിയില്ല. വേറെ സമയായില്ലേ? കാരണം നേരെ ഇവിടെ നിൽക്കണു. ജിഞ്ചാ വന്നൂലേ? എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് നീ വരുന്നു. എന്താ ഇത്ര ലേറ്റ് ആയി? അമ്മുണ്ടില്ല കേട്ടോ. മാറിയുന്നേ ആരും കാണാണ്ട് വളഞ്ഞിരുന്നിട്ട് നാട്ടിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പണ്ടാരം എന്തിനിപ്പോ ചെയ്യാൻ നിൽക്കണം? അവരുള്ളപ്പോ വന്നൂടെ? അത് പറ്റില്ല. അതിന് അവരാർക്കും വേണോ? എനിക്ക് നിന്നെ വേണ്ടേ? നീ കാരണം ഞാൻ എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ പ്രാന്തനായി. നീ ഇവിടെ നിൽക്കടാ, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. അത് നീ എന്നെ കാണുന്ന കാരണം കൊണ്ട് ഭ്രാന്ത് വരുന്നതല്ല, എന്നെ മാത്രം ആലോചിച്ചിരിക്കുന്നോണ്ട് ഭ്രാന്ത് വരുന്നതാ. നിന്നെ ഞാൻ കാണാതിരിക്കായിരുന്നു. അന്ന് എന്നെ ബോധം കെടുത്തിട്ട് എന്റെ ചാരിത്ര നഷ്ടപ്പെടുത്ത ആ പുല്ലില് ഉണ്ണീച്ചയുടെ പോലെ കെടുത്തിട്ട് നീ പോയില്ലേ? കേവലം ഒരു ബിരിയാണിക്ക് നീ എന്നെ ഒതുക്കാൻ നോക്കണ്ടി. ആ പള്ളിപ്പറമ്പില് കുറ്റിക്കാലിൽ വെച്ച് ബോധം കെടുത്തിട്ട് നീ എന്തൊരു കാര്യം ചെയ്തേ? ഞാനെന്തൊട്ട് ചെയ്യാൻ? നീയല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്ത്? താൻ എന്നെ കണ്ട് ബോധം പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന 2 തമിഴ് ചേട്ടന്മാർക്ക് ഞാൻ എന്റെ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുത്തിട്ടാണ് തന്നെ ഹോസ്പിറ്റലാക്കാൻ പറഞ്ഞത്. പിന്നെ അവര് തന്നെ എന്തെങ്കിലും ചെയ്ത് കാണുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ഞാൻ നീനൊന്നും ചെയ്തില്ലേ? ഇല്ല. എന്ത് ചെയ്യണായിരുന്നു? പ്രാതാണെങ്കിലും ചായത്തിന് പോയതിനോ കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ തമിഴന്മാര് അയ്യോ പാവൻ ജിഞ്ചൻ നിന്ന് കാല് കഴിച്ചിട്ട് ദേ കിടക്കണ്. നിന്ന് കാലി വെച്ചല്ലേ ബോധം പോയതാ. അയ്യോ ഞാനിത് എന്നും കാണുന്നതാണേ. ഈ സൈസിൽ ഷോക്ക് അടിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റ അവള് വരുന്നു. അവളല്ല, ഞാൻ ചോദിച്ചു. എന്നെ ചാരിത്ര നഷ്ടപ്പെട്ടില്ലേ? 2 തമിഴന്മാരാ. ഈ സൈസിൽ തന്നെ നമുക്ക് പോയി ഷോക്ക് അടിക്കാം. കൊമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. നേരം പോയി നേരം പോയി നേരം പോയി കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരിപ്പാണേ. നേരാണേ നേരാണേ നേരാണേ. പുള്ളിങ് കുറവാണല്ലോടോ. വലിക്കണ്ടേ? വലി വന്നില്ലല്ലോ. വലിക്കണ്ട്, പക്ഷെ മിനി കൊള്ളാന്ന് മാത്രം. ഞാൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ വരുമ്പോ പെട്രോൾ അടിക്കണമെന്ന്. എടി എന്റെ കൂട്ടുകാരന്മാർക്ക് വണ്ടി കൊടുത്താ അവറ്റങ്ങൾ ഈ ചാതി എന്നോട് കാണിക്കാൻ ഞാൻ വിചാരിച്ചില്ലേ. ഇങ്ങനത്തെ പന്ന കൂട്ടുകാരന്മാരുണ്ടാവുമ്പോഴേ ഇങ്ങനെ തള്ളേണ്ടി വരും. പ്രണയത്തിന് മുമ്പ് കാളയും കല്യാണം കഴിഞ്ഞ കഴുതര അവസ്ഥയാണല്ലോ ദൈവമേ. ഭാരമാണല്ലേ ഈ ചുമലിൽ ഞാൻ ഏൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാ. എനിക്ക് അത്രയ്ക്ക് ഭാരണ്ടാ? കല്യാണം കേട്ടാ പറഞ്ഞുതരാം. പോട്ടെ.